ഭരണാധികാരികളുടെ സ്വത്തും സമ്പത്തുകളും ഹറാമും ഹലാലും കൂടിക്കലർന്നതാണ്. എനിക്ക് സ്വന്തമായ ഒരു പാത്രം ഉണ്ടായിരുന്നെങ്കിൽ സംസം വെള്ളം ഞാൻ കോരിക്കുടിച്ചേനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂഫി ലോകത്തെ ചക്രവർത്തിയാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ഒരുപാട് തവണ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. പലതവണ ഉംറക്കും വിശുദ്ധമായ ഭവനത്തിലെത്തിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും സംസം വെള്ളം കുടിച്ചതായി ആർക്കും അറിവില്ല. ഒരിക്കൽ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, മഹാനവർകളെ, ഒരുപാട് തവണ ഹജ്ജിനും ഉംറക്കും വേണ്ടി വിശുദ്ധമായ ആ ഭവനത്തിൽ തങ്ങൾ ചെന്നിട്ടും എന്തുകൊണ്ടാണ് സംസം വെള്ളം കുടിക്കാത്തത് എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് മഹാനുഭാവൻ പറയുന്നത്, അന്ന് വിശുദ്ധമായ സംസം വെള്ളം കോരിയെടുക്കുന്ന ആ പാത്രം അത് ഭരണാധികാരികൾ വാങ്ങിവെച്ചതാണ്. ഭരണാധികാരികളുടെ സ്വത്തും സമ്പത്തുകളും ഹറാമും ഹലാലും കൂടിക്കലർന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്വന്തമായ ഒരു പാത്രം ഉണ്ടായിരുന്നെങ്കിൽ സംസം വെള്ളം ഞാൻ കോരിക്കുടിച്ചേനെ. ഹറാമും ഹലാലും കലർന്ന, വ്യക്തമായി ഹലാലാണെന്ന് ബോധ്യപ്പെടാത്ത ഒരു പാത്രം ഉപയോഗിച്ച് ഞാൻ എങ്ങനെ സംസം വെള്ളം കുടിക്കും, അത് ഞാൻ എങ്ങനെ ഉപയോഗിക്കും എന്ന ചിന്തയിലാണ് ഞാൻ. പ്രിയമുള്ളവരെ, സൂഫി ലോകത്തെ ചക്രവർത്തിയായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട് ആരാണ് സൂഫി, എന്താണ് സൂഫിയാക്കളുടെ സ്വഭാവ പെരുമാറ്റ രീതികൾ, അവരെങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കൃത്യമായി വരച്ചു കാണിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ ഞങ്ങൾ സൂഫികളാണ്, ഞാൻ സൂഫിയാണെന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിച്ചു പോകരുത്.